ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ RRBയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ കഴിഞ്ഞ മാസങ്ങളായി വന്നിരുന്നു. എന്നാൽ ഏവരും ഒന്ന് മറന്നുകൊണ്ടേയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, RRB പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി കേൾക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്ന. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ RRB ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ പുറത്തിറക്കിയിരുന്നു അല്ലേ. അപ്പോൾ ഏവർക്കും ഓർമ്മയുണ്ടാവണം. ഇപ്പോൾ നമുക്കറിയാം ജനുവരി ടു മാർച്ച് ALP വിജ്ഞാപനം എന്ന് വരുമെന്ന്, ഏപ്രിൽ ടു ജൂൺ ടെക്നീഷ്യൻ വിജ്ഞാപനം വരുമെന്നും നമുക്ക് ഏവർക്കും അറിയേണ്ടത് NDPC തന്നെയാണ്. നോക്കൂ, NDPCയുമായി ബന്ധപ്പെട്ട് എന്താണ് NDPCയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം ഏവർക്കും ഓർമ്മയുണ്ടാവണം. നോക്കൂ, ജൂലൈ ടു സെപ്റ്റംബർ അല്ലേ, ഈ വരുന്ന ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ NDPC വിജ്ഞാപനം, ക്ലിയർ അല്ലേ? ഈ വരുന്ന ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ NDPC വിജ്ഞാപനം വരുമെന്ന് വ്യക്തമായി RRB വെബ്സൈറ്റിൽ ഒഫീഷ്യലി ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നോക്കൂ, നോട്ടിഫിക്കേഷൻ രണ്ടായിട്ടാണ്. NDPC ഗ്രാജുവേറ്റ് ലെവൽ 4-5-6, അതുപോലെ തന്നെ NDPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ 2-3 അല്ലേ. വിജ്ഞാപനം ഇങ്ങനെ രണ്ടായി തന്നെ വരുമെന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ജൂലൈ ടു സെപ്റ്റംബറിൽ വിജ്ഞാപനം വരും. ചിലപ്പോൾ ഒന്നായിട്ടായിരിക്കാം. എനിവേ അത് കൃത്യമായി RRB വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ ഒരു കാര്യം കൺഫേമാണ്, വിജ്ഞാപനം വന്നിരിക്കാം. വിജ്ഞാപനം വരുന്ന ഡേറ്റുകളെ പറ്റി ഏവർക്കും ആശയക്കുഴപ്പം പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഇനി എന്താണ് പ്രശ്നം? പഠനം എത്രയും വേഗം തുടങ്ങണം. കാരണം RRB ഇതിനോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി എല്ലാ വർഷവും അല്ലേ, ഇനി കൃത്യമായി എല്ലാ വർഷവും റെയിൽവേ പരീക്ഷകൾ ഉണ്ടാകുമെന്നൊരു അപ്ഡേഷനും കൂടെ RRB അതിനോടൊപ്പം തന്നെ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ അതിന് പ്രകാരം നിലവിലെ RRB അല്ലെങ്കിൽ NDPC വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ പരീക്ഷ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചാൽ കൊള്ളാം. എത്രയും പെട്ടെന്ന് തന്നെ ഏത് സിലബസിലാണ് പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡിലേക്ക് നോക്കിയടേ. നോക്കൂ, ഇതാണ് നമ്മുടെ സിലബസ്. RRB NDPCയുടെ CBT 1 എന്ന് പറയുന്ന സമയത്ത് 90 മിനിറ്റ് ആയിരിക്കും പരീക്ഷ. അതുപോലെ ജനറൽ അവയർനെസ് ആണെങ്കിലോ 40 മാർക്കാണ്, മാത്തമാറ്റിക്സ് ആണെങ്കിലോ 30 മാർക്കാണ്, റീസണിങ് ആണെങ്കിലോ 30 മാർക്കാണ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അങ്ങനെ 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ അല്ലേ, തീർച്ചയായിട്ടും 100 ക്വസ്റ്റ്യൻ ആണ്. 90 മിനിറ്റ് ആണ്, 100 മാർക്ക്. ഇതാണ് CBT 1 എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് CBT 1 എന്ന് പറയുന്നത്. 1/3 ആണ്, അല്ലെങ്കിൽ 0.33 ആണ് നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് 0.33 ആണ്. അപ്പോൾ ജനറൽ അവയർനെസ് 40 മാർക്ക്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ QA 30 മാർക്ക്, റീസണിങ് 30 മാർക്ക്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്. 90 മിനിറ്റ്, 1.5 മണിക്കൂർ പരീക്ഷ. അപ്പം നിങ്ങൾ ഈ വിജ്ഞാപനം വന്നിട്ട് പഠനത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സമയത്തിനുള്ളിൽ പഠിച്ചു തീരില്ല എന്നൊരു പ്രശ്നമുണ്ട്. പൊതുവെ കട്ട് ഓഫ് ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം ഇപ്രാവശ്യം പൊതുവെ നമുക്കെന്താണ്, എല്ലാ വർഷവും പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ വേക്കൻസി താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി ഇപ്രാവശ്യം പ്രതീക്ഷിക്കരുത്, കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനുള്ള കാരണം എല്ലാ വർഷവും പരീക്ഷ നടത്താനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വേക്കൻസി പൊതുവെ കുറവായിരിക്കും. മാത്രമല്ല കട്ട് ഓഫ് പരമാവധി മാർക്കിനെ സ്കോർ ചെയ്യുന്നൊരു ഒരു തന്ത്രം കൂടെ നമ്മൾ മേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ലിസ്റ്റിൽ നമ്മൾ എപ്പോഴും ആദ്യം വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, എത്രയും നേരത്തെ പഠനം ആരംഭിക്കുക, വൈകരുത്. കാരണം വിജ്ഞാപനം വരുന്ന ഡേറ്റ് നമ്മൾ കണ്ടു, ജൂലൈ ടു സെപ്റ്റംബർ എന്ന് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അത് പലരും മറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ പലതിരക്കിൽ പലരും മറന്നുകൊണ്ടേയിരിക്കുന്നു, ലക്ഷ്യം മറന്നുകൊണ്ടേയിരിക്കുകയാണ്. മറക്കരുത്, ഇംഗ്ലീഷില്ല 3 വിഷയമുള്ളെന്ന ഫാക്റ്റ് മറക്കരുത്. ജനറൽ അവയർനെസ് 40, മാത്തമാറ്റിക്സ് 30, റീസണിങ് 30 എന്നൊരു ഫാക്റ്റ് ഒരു കാരണവശാലും മറക്കരുത്. CBT 1 ആണ്. അതുപോലെ തന്നെ ഒരു സബ് ടോപ്പിക്കും സബ് സിലബസും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഒരു ഡീറ്റെയിൽ സിലബസ് അവിടെ കാണാൻ കഴിയും. RRB പരീക്ഷയ്ക്ക് ഒരു ഡീറ്റെയിൽ സിലബസ് കാണാൻ കണ്ടായിരുന്നോ? മാത്സ് നമ്പർ, മാത്തമാറ്റിക്സ് 30 മാർക്ക് എന്ന് പറഞ്ഞില്ലേ, അവിടെ കണ്ടു. നമ്പർ സിസ്റ്റം, ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ, ഡിസ്റ്റൻസ്, ഇങ്ങനെ എല്ലാ ടോപ്പിക്കിനും അല്ലെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാം ചേർത്ത് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ RRB സ്ഥിരം കാണുന്ന സിലബസ് തന്നെയാണ്. റീസണിങ്ങിനും സബ് ടോപ്പിക്കും സബ് സിലബസും എല്ലാം കൃത്യമായും വ്യക്തമായും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനറൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ജനറൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായും വ്യക്തമായും സിലബസുകൾ കൊടുത്തിട്ടുണ്ടോ? തീർച്ചയാണ്. കറണ്ട് ഇവൻറ്റ്സ്, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, മോണുമെൻറ്റ്സ്, ജനറൽ സയൻസ്, ഇങ്ങനെ കൃത്യമായൊരു ഡീറ്റെയിൽ സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ CBT 1ലേക്കുള്ള പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് 2 രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഒന്നുകിൽ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ, അതല്ല
നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നോക്കൂ, നമ്മുടെ ഒരു ബാച്ച് RRB പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിലെ കേരളത്തിലെ 11ാമത്തെ ബാച്ചാണ്. കഴിഞ്ഞ വർഷം 10 ബാച്ച്, ഈ വർഷത്തെ ആദ്യ ബാച്ചുകൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോക്കൂ, അതിലേക്ക് അഡ്മിഷനൊക്കെ പ്രൊസീജിയേഴ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനുവേണ്ടി നേരെ ഗൂഗിൾ കയറിയോ, അവിടെ കൊടുത്തേ adda247 മലയാളം എന്ന് കൊടുത്തേ. നേരെ ഗൂഗിൾ കയറുക, അവിടെ കൊടുക്കുക adda247 മലയാളം എന്ന് കൊടുത്തു. ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തായിരുന്നോ? താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി, കണ്ടായിരുന്നോ? നോക്കൂ, താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് RRBന്റെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചിനെ പരിചയപ്പെടുത്താം. ബോർഡിലേക്ക് ചെക്ക് ചെയ്തേ. RRB പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് ആണ്ടെ, 2ാമത്തെ ബാച്ച് മെയ് 31-ാം തീയതി അല്ലേ? മെയ് 31-ാം തീയതി RRB പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പം നിലവിലെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ 12ാമത്തെ ബാച്ചാണ് അല്ലേ? നിലവിൽ നമുക്ക് RRB പരീക്ഷയുമായി ബന്ധപ്പെട്ട് 12ാമത്തെ ബാച്ചാണ്. ഈ വർഷത്തെ 2ാമത്തെ ബാച്ചുമാണ് ഈ RRB ബാച്ച് 2 എന്ന പേരിൽ മെയ് 31-ാം തീയതി ആരംഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചാണ്. ഈ ബാച്ചിൽ ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ്, ഞാനിപ്പോൾ ഒരു സിലബസിനെ കാണിച്ചില്ലേ, ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ആണ് ക്ലാസ്സുകൾ. ലൈവ് നോക്കിയടേ 3 to 5 ആണ് ക്ലാസ്സിൻ്റെ സമയം അല്ലേ? 3 to 4, 3 to 5-ഉം 7:30 to 8:30 3 to 5-ഉം 7:30 to 8:30 ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത്. അത് 3 to 5 മുതൽ പിന്നെ 7:30 to 8:30 ക്ലാസ്. അത് ഒരു ദിവസം 2-3 മണിക്കൂർ അല്ലേ? ഒരു ദിവസം 2-3 മണിക്കൂർ, 3 മണിക്കൂറോളം ക്ലാസ്സുകൾ ഉണ്ടാവും. കൃത്യമായി ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ആണ്. ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ് പോകുന്നുണ്ട്. ഒരു പക്ഷേ ലൈവിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് റെക്കോർഡ് സെഷനുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ, ക്ലാസ് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അതിൻ്റെ റെക്കോർഡ് സെഷൻ നിങ്ങളുടെ adda247 ആപ്പിലേക്ക് റെക്കോർഡായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10ഓളം ടെസ്റ്റ് സീരീസുകളുണ്ട്. ബാച്ചിലേക്ക് പ്രത്യേകം ടെസ്റ്റ് സീരീസുകളുണ്ട്. 10 e-book ഉണ്ട്. 220 മണിക്കൂർ ലൈവ് ക്ലാസ് ഉണ്ടല്ലേ? 220 മണിക്കൂർ ലൈവ് ക്ലാസ് ഉണ്ട്. 10ഓളം e-book ഉണ്ട്. ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ട്. കൃത്യമായി ഏറ്റവും പവർഫുൾ ബാച്ച്. ഞാൻ നേരത്തെ കാണിച്ച സിലബസിൽ കൃത്യമായി ബാച്ചുകൾ മുന്നോട്ട് പോകുന്നുണ്ടോ? കറക്റ്റാണ് പോകുന്നുണ്ട്. നോക്കൂ, ഫീസ് 2352 അത്രയും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ. അപ്പോഴൊരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ? കണ്ടായിരുന്നോ? കൊടുത്തേ. ഡിസ്കൗണ്ട് കോഡ് കൊടുത്തേ. LOന്റെ Y കൊടുത്തേ. അവിടെ LOന്റെ Y കൊടുക്കുക. ഇനി കൊടുത്തേ 364 എന്ന് കൊടുത്തേ. 364 എന്ന് കൊടുത്തേ. അപ്പോൾ LOന്റെ Y കൊടുത്തേക്കണം. 364 or 364 എന്ന് കൊടുത്തേ. 364 അല്ലെങ്കിൽ 364 എന്ന് കൊടുത്തോ. ഇനി അപ്ലൈ കൊടുത്തു. അപ്പോൾ LOന്റെ Y കൊടുക്കുക. 364 അല്ലെങ്കിൽ 364 എന്ന് കൊടുത്തു. അപ്പോൾ ഒരു അപ്ലൈ കണ്ടോ, ഒരു മൈനസ് സൈൻ വന്നാണ്ടോ? ആ 399 399 കുറച്ചിട്ട് 1952. അപ്പം നിലവിലെ RRBന്റെ കേരളത്തിലെ 12ാമത്തെ ബാച്ചാണ്. ഈ വർഷത്തെ 2ാമത്തെ ബാച്ചും കൂടെയാണ്. ക്ലാസ് ആരംഭിക്കുന്നത് മെയ് 31-ാം തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ ഫീസ് എന്ന് പറയുന്നത് 1952. ആ ഫീസിലേക്ക് ബാച്ചുകൾ അക്വയർ അല്ലെങ്കിൽ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ട് കോഡ് ഏതാ? Y364 എന്ന് കൊടുത്തേ. Y364 അല്ലെങ്കിൽ Y364 എന്ന് കൊടുത്തേ. Y364 അല്ലെങ്കിൽ Y364 എന്ന് കൊടുക്കുക. അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു മൈനസ് സൈൻ വന്ന് ഒരു 399 കുറഞ്ഞിട്ട് 1952 ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം, പഠിച്ചു തുടങ്ങാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, പഠനം എത്രയും RRB പരീക്ഷയ്ക്ക് താല്പര്യമുള്ളവർ, ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കാം. വിജ്ഞാപനം വന്നിട്ട് പഠിക്കുന്ന അപകടമാണ്. തീരില്ല. വിജ്ഞാപനം വന്നിട്ടാണ് നിങ്ങൾ പഠനം കുറേ നാളായി പറയുകയല്ലേ ഇനി വന്നിട്ടേ പഠിക്കുള്ളൂ എന്ന് കുറേ പേർക്കൊരു ധാരണയുണ്ട്. എന്താ അതിൻ്റെ പ്രശ്നം? അവിടെ വരുന്ന പ്രശ്നം എന്താണ്? വിജ്ഞാപനം വന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു മാസം അതിൻ്റെ അയക്കലിൻ്റെ തിരക്കിലായിരിക്കും. ആപ്ലിക്കേഷൻ സെൻഡിങ് പ്രോസസ്സിലായിരിക്കും. നിങ്ങൾ കൃത്യമായി സോൺ ചൂസ് ചെയ്ത് കൃത്യമായി പോസ്റ്റുകൾ ചൂസ് ചെയ്ത് അയച്ചു വരുമ്പോഴേക്കും 2 ആഴ്ച കഴിയും. അതിന് 2 ആഴ്ച പോയി. പിന്നെ ഫീസ് അടച്ച് 5 ദിവസം പോട്ട്. അങ്ങനെ ഒരു 20 ദിവസം നിങ്ങൾ വിജ്ഞാപനം അയക്കുന്നതിൻ്റെയും വായിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. സോണൽ ഏത് സോൺ വേണം, വേക്കൻസി അങ്ങനെ പല ടെൻഷനിലായിരിക്കും. ശരിയല്ലേ? അപ്പോൾ അവിടെ ഒരു 2 ആഴ്ചയോളം പഠനം ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് പരീക്ഷ ഡേറ്റും വരും. ഞാൻ പറഞ്ഞു, വർഷാവർഷം ഇനി പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരീക്ഷാ ഡേറ്റുകൾ വരും, പരീക്ഷകൾ മുന്നോട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് വിജ്ഞാപനം വന്നിട്ട് ഒരു പക്ഷേ 3 മാസം തികച്ച് കഷ്ടിച്ചൊരു 3 മാസമായിരിക്കും കിട്ടുന്നത്. വിജ്ഞാപനം വന്നിട്ട് പഠനം തുടങ്ങുന്ന ഒരു പക്ഷേ തീർന്നു വരില്ല. ഇതാണ് പലപ്പോഴും നമ്മൾ ഇക്കഴിഞ്ഞ PSC പരീക്ഷകൾ ഫേസ് ചെയ്തത്.
അതുകൊണ്ട് വിജ്ഞാപനം വന്നിട്ട് പഠനം ആരംഭിക്കരുത്. പകരം എത്രയും നേരത്തെ ഇപ്പം തന്നെ നമ്മൾ അധികരിച്ചു, സമയം ഒരുപാട് മുന്നോട്ടാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും തുടങ്ങുക. പറഞ്ഞല്ലോ, ഒന്നുകിൽ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാം. പക്ഷേ ഞാൻ ആ കാണിച്ച സിലബസ്, ഞാനൊരു സിലബസ് 2019 RRB സിലബസാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ആ സിലബസിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ എന്നല്ല, ആ സിലബസ് തന്നെയാണ് ഇംഗ്ലീഷില്ല റെയിൽവേക്ക്. നമ്മൾ RPF നോട്ടിഫിക്കേഷനിലും RPF SIയിലും RPF കോൺസ്റ്റബിളും കണ്ടതാണ്. അപ്പോൾ ഞാൻ ആ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ആ കാണിച്ചിരിക്കുന്ന സിലബസ് കൃത്യമായി പഠനം മുന്നോട്ട് പോകാം. ഒന്നുകിൽ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒറ്റ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് പോരെ. ഫീസ് ഞാൻ പറഞ്ഞു 1952 Y364 ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇനിയും RRB പരീക്ഷ മാത്രമല്ല, കേരളത്തിലെ എല്ലാ കോമ്പറ്റീവ് എക്സാംസിൻ്റെയും എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് റിപ്ലൈ തരാം. അപ്പോൾ കേരള PSC പരീക്ഷയുള്ള റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, സിലബസുകൾ, കലണ്ടറുകൾ, ഇങ്ങനെ കേരള PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിവേഗത്തിൽ, PSC മാത്രമല്ല RRB ഉണ്ട്, SSC ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഹൈക്കോർട്ട് ബാച്ചുകൾ നമുക്കുണ്ട്. ഇങ്ങനെ എല്ലാ പരീക്ഷകളുടെയും ഏറ്റവും പുതിയ അപ്ഡേഷൻസ് അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട, ഡിസ്കൗണ്ട് കോഡും മറക്കണ്ട, Y364. ഓക്കെ അല്ലേ? May 31 ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഓക്കെ താങ്ക് യു.